താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന വാക്യം അസീം മുനീർ പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ കാര്യത്തിൽ അച്ചട്ടായി ഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ അസീം മുനീറിന് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെതിരെ തിരിയുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ വലിയ ഇന്ത്യയുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടിയും ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ന്യൂഡൽഹി എന്തോ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് പാക് സർക്കാരിനും ജനങ്ങൾക്കും ഉറപ്പുണ്ട്. അതേസമയം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ ഗൂഢാലോചന അയൽ രാജ്യത്ത് തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. സൈനികർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ പൗരന്മാർ മുനീറിനെതിരെ ഒരു മുന്നണി തന്നെ അവിടെ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആഭ്യന്തര അന്താരാഷ്ട്ര സമ്മർദ്ദം മുനീറിനെ പ്രതിക്കൂട്ടിലാക്കി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തന്റെ രാജ്യത്തിന് കഴിവില്ല എന്ന് മുനീർ മനസ്സിലാക്കിയിട്ടുണ്ട്. യുദ്ധഭീതി കാരണം തകർന്ന സൈനികരുടെ മനോവീര്യമാണ് പാക് സൈനിക മേധാവി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പറയാനായി സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഒരു ഇന്ത്യൻ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അവരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പുറമെ ഓരോ പാകിസ്ഥാൻ പൗരന്റെയും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആക്രമണത്തിന് ആരാണ് ഉത്തരവാദി എന്നുള്ളത്. പാകിസ്ഥാൻ വളർത്തിയ തീവ്രവാദികളാണ് ഈ ഹീനമായ ആക്രമണത്തിന് ഉത്തരവാദികൾ എന്ന വസ്തുതയും ചിലർ അംഗീകരിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാനിലെ ഒരു മുൻ മേജർ ഞെട്ടിക്കുന്ന ഒരു അവകാശവാദം നടത്തിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണം അസീം മുനീർ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് സ്ഥിരീകരിച്ച വിവരമെന്നാണ് ഒരു മുൻ മേജർ പറയുന്നത്. ഇത് അസീം മുനീർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അസീം മുനീറിനെ ഒരു അട്ടിമറി നടത്തി പട്ടാള ഭരണം അവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഒരു പ്രവിശ്യ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഈ അവകാശവാദം ഉന്നയിച്ച മുൻ മേജർ ആദിൽ രാജയാണ്. അദ്ദേഹത്തിന്റെ 3 തലമുറകൾ പാകിസ്ഥാൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം തന്റെ വാക്കുകൾ നേരിട്ട് പറഞ്ഞില്ല, മറിച്ച് വളച്ചൊടിച്ച രീതിയിലാണ് പറഞ്ഞത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ നിരവധി മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാനോടുള്ള ഉഭയകക്ഷി ബന്ധം തന്നെ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ അത് വരുമെന്നുള്ളതാണ്. എന്തായാലും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലും ബലൂചിസ്ഥാനിലും സൈന്യത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ നടപടികളെ രാഷ്ട്രീയ പാർട്ടികളും വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ പാകിസ്ഥാൻ അധിനിവേശത്തെ എതിർക്കുന്നു. പാക് സൈന്യത്തിലും ഇപ്പോൾ വലിയ കലാപം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും അസീം മുനീർ എല്ലാവരുമായും ചുറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അസീം മുനീറിനെ വളഞ്ഞു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.